ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ആ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കണക്കാട്ടി മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചെറിയ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തൈര് എടുക്കുന്നുണ്ട്, കുറച്ച് പാലെടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ ഫോർക്ക് സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കാം. മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ചിക്കനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടത് അത്ര എടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കന് ഓരോന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന ബാറ്റർ അതിലേക്ക് ഈ പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 മുട്ട അതിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വന്ന മസാലയിൽ കുറച്ച് 2 ടീസ്പൂൺ മാത്രം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ചിക്കൻ എല്ലാതും നന്നായിട്ട് അതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ആ ഡ്രൈ ആയ പൗഡറിലേക്ക് മുക്കിയെടുത്തിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കാം. ഒരു 30 മിനിറ്റ്സ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മേലെ നന്നായിട്ട് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ സംഭവം ടേസ്റ്റ് ഉണ്ട്. ഉള്ളിൽ കുറച്ചും കൂടി ഒന്ന് വേവണം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വേവണം. ഒരു 80% വെന്തിട്ടുണ്ട്, 20% വെന്തിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ടേസ്റ്റ്, അതേ ഒരു ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.